അലർജി ഉള്ളവരാണോ നിങ്ങൾ ആരെയും എന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 2-3 വർഷം ഞാൻ ഈ അലർജി ആയിട്ട് കഷ്ടപ്പെടുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒന്നരാടം വെച്ചിട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഞാനെങ്കിൽ ഈ അലർജി ഒന്ന് മാറി കിട്ടാൻ കാണിക്കാത്ത സ്ഥലമല്ല. ഞാൻ ഏകദേശം ഒരു 1 വീക്ക് മുമ്പാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്. ഉമ്മൽ അങ്ങോട്ട് തുടങ്ങിയാൽ ഐസ് എടുത്ത് മൂക്കുമല വെക്കുക. എനിക്കും പറഞ്ഞാൽ ഈ ലിങ്ക് ഒരു പ്രതീക്ഷയില്ല. ഇനി പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് 1 വീക്ക് ആയിട്ട് നമ്മൾ ടാബ്ലറ്റ് കഴിച്ചിട്ടേ ഇല്ല. ഉമ്മാൻ അങ്ങോട്ട് തോന്നി അപ്പൊ തന്നെ പോയിട്ട് ഐസ് എടുത്ത് വെക്കും. അലർജി ആയിട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പെൺകുട്ടി പറയുന്നത് വിട്ടുമാറാത്ത തുമ്മൽ കാരണം സഹിയിട്ടിട്ട് ഈ പെൺകുട്ടി ഐസില്ലേ സാധാരണ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് എടുത്തിട്ട് മൂക്കിൻ്റെ ഇരുവശങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് വെച്ചു. അങ്ങനെ ഈ കുട്ടിക്ക് തുമ്മൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ തുമ്മലിന് ഈ കോൾഡ് ഒരു നമുക്ക് ചിലവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യും, എന്നാൽ ഇത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു 100 പേർ തുമ്മലുള്ള ആൾക്കാരെടുത്താൽ 5% ആൾക്കാർക്ക് 5 പേർക്ക് മൂക്കിൻ്റെ പുറത്ത് ഐസ് പാക്ക് വയ്ക്കുന്നതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടാം. കാരണം ഈ ഭാഗത്തുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ അലർജി റെസ്പോൺസ് കുറയ്ക്കുന്നതിന് നമുക്ക് ഈ കോൾഡ് കംപ്രഷൻ ചെറിയൊരു അളവ് വരെ സഹായിക്കും. അതായത് നമ്മൾ തുമ്മലുള്ള എല്ലാവരോടും ആവി പിടിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് തുമ്മലിന് ആവി പിടിച്ചാൽ ചെറിയൊരു ആശ്വാസം കിട്ടാറില്ല. അത് ഈ ഐസിന് പകരം ചൂട് തട്ടുന്ന സമയത്ത് ഇവർക്ക് ആ തുമ്മലിൻ്റെ അലർജിക് റെസ്പോൺസ് ഒന്ന് കുറയുന്നതാണ്. എല്ലാവർക്കും ആവി പിടിച്ചാലോ ഐസ് പാക്ക് വെച്ചാലോ തുമ്മൽ കുറയാറില്ല. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. ഈ സൈനസിന് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ആൾക്കാർ, അതായത് ഈ സൈനസിനകത്ത് കഫക്കെട്ട് നീർക്കെട്ട് വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ജലദോഷം മൂക്കടപ്പ് പനിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന തുമ്മലിനാണ് നിങ്ങൾ ഈ ഐസ് പാക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ ഭാഗത്ത് നീർക്കെട്ട് വല്ലാണ്ട് വർദ്ധിപ്പിക്കുന്നതിനും തലവേദന, ഇതിനകത്ത് നിന്ന് മൂക്ക് ചീറ്റുന്ന സമയത്ത് രക്തം വരുന്നതിന്, ഈ ഭാഗത്തുള്ള ഈ രക്തക്കുഴലിന് നീർക്കെട്ട് വന്ന് ശക്തിയായിട്ട് മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിൽ നിന്ന് രക്തം വരുന്നതിനോ അല്ലെങ്കിൽ കഫക്കെട്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് വിട്ടുമാറാൻ നിൽക്കുന്നതിനോ എല്ലാം കാരണമാകും. അതുകൊണ്ട് മനസ്സിലാക്കുക, മൂക്കിന്റെ പുറത്ത് ഐസ് വയ്ക്കുന്നത് എല്ലാവർക്കും ഗുണകരമല്ല, ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമാണ് ഗുണകരം. യഥാർത്ഥത്തിൽ അലർജി ഉണ്ടാക്കുന്നത് ഏത് ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കി ശരിയായിട്ട് അലർജിക്ക് ചികിത്സയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഫലപ്രദമാവുള്ളൂ. ഇനി ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന മഞ്ഞളില്ലേ, മഞ്ഞൾ പൊടിപ്പിക്കുക. സ്വന്തമായിട്ട് പൊടിപ്പിച്ച മഞ്ഞൾ തന്നെയാണ് നല്ലത്. പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടി ദിവസവും നിങ്ങളൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ തേനിനകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നോക്കുക. കൊച്ചു കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്ന തുമ്മലിന് ഇത് ഫലപ്രദമാണ്. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. മഞ്ഞളിനകത്ത് അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ മൂക്കിനകത്തുണ്ടാകുന്ന അലർജി ടെൻഡൻസിയെ വളരെയധികം കുറയ്ക്കും. അത് വളരെ ഫലപ്രദമാണ്. പല ആൾക്കാരും ഉപയോഗിച്ച് ഗുണം കണ്ടിട്ടുള്ളതാണ്. മുതിർന്നവർക്കോ പ്രമേഹ രോഗികൾക്കോ എല്ലാം തന്നെ മഞ്ഞൾ വെറുതെ നാക്കിലിട്ട് അലിയിച്ച് കഴിച്ചാൽ മതിയാവും. എന്നാൽ ചെറിയ കുട്ടികൾക്കോ അധികം വണ്ണമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേനിനകത്ത് ഒരു 1/2 ടീസ്പൂൺ തേനിനകത്ത് മഞ്ഞൾ പൊടി കലക്കി കഴിക്കുക. അതിന്റെ ഗുണമെന്ന് പറയുന്നത് ഈ തേനിനകത്ത് ഈ പോളൻ ഗ്രെയിൻസിനുള്ള അലർജിക്കെതിരെയുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ പൂമ്പൊടിയൊക്കെ ഏറ്റാലോ പൊടിയടിച്ചാലോ ഉണ്ടാകുന്ന അലർജി മാറ്റുന്നതിന് തേന് ഡെയിലി 1/2 ടീസ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് മഞ്ഞളിനകത്ത് തേൻ മിക്സ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ഉള്ളവരൊന്ന് കഴിച്ചു നോക്കുക. പ്രമേഹ രോഗികൾ തേൻ ചേർത്ത് കഴിക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ അലർജിക്ക് ചികിത്സയും കൂടെ എടുത്താൽ കുറഞ്ഞു പോകും. എല്ലാവരും മൂക്കിന്റെ പുറത്ത് ഐസ് വെച്ച് കുളവാക്കരുത്.